ഹായ്, നമസ്കാരം. കഴിഞ്ഞ 2 വീഡിയോയിൽ LP ടീച്ചർ പരീക്ഷയുടെ GK ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മോഡൽ എക്സാമാണ് നടന്നത്. ഇനി നമുക്ക് സൈക്കോളജിയിൽ വരുന്ന ഒരു എക്സാം ചെയ്തു നോക്കാം. അതിൻ്റെ ബാക്കി തന്നെയാണ്, 3ാമത്തെ ഭാഗമായിട്ട് നോക്കാം. ഒരു വ്യക്തിക്ക് തൻ്റെയും മറ്റുള്ളവരുടെയും വൈകാരിക അവസ്ഥകളെ തിരിച്ചറിയാനും വ്യക്തിബന്ധങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള പ്രചോദകമായി ഈ തിരിച്ചറിവിനെ ഉപയോഗപ്പെടുത്താനുള്ള സാമൂഹികമായ ബുദ്ധിശക്തി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആത്മീയ ബുദ്ധി, ബഹുമുഖ ബുദ്ധി, വൈകാരിക ബുദ്ധി, സർഗപരത. എല്ലാവരും എന്ത് ചെയ്യുക, 61 മുതൽ നമ്പർ ഇട്ടിട്ട് ഈ എക്സാം ഒന്ന് എഴുതി നോക്കുക കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമുക്ക് സൈക്കോളജിയൊക്കെ നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ എവിടെയാണ് നമുക്ക് വീക്ക് പോയിന്റ്, എവിടെയാണ് നമ്മൾ പഠിക്കാത്ത ഏരിയ എന്നൊക്കെ ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 61 എന്താണ്? കാരണം ഇതിൽ നമുക്ക് ഫുൾ സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെ വീക്ക് പോയിന്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ 61 ഏതാണ് ഉത്തരം? വൈകാരിക ബുദ്ധിയാണ് ഉത്തരം. ശരിയാണെങ്കിൽ നിങ്ങൾ ശരി എന്നിട്ടുള്ള, തെറ്റാണെങ്കിൽ തെറ്റ് എന്നിടുക. ഓക്കെ. 62ാമത്തെ ചോദ്യം, പ്രബലനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയും തെറ്റും കണ്ടെത്തുക. പ്രസ്താവന 1, അശാസ്യമായ പ്രതികരണത്തിന് ഉടൻ തന്നെ സംതൃപ്തികരമായ ചോദകം നൽകുന്ന പ്രക്രിയയാണ് ധനപ്രബലനം. അത് പോസിറ്റീവ് റെയിൻഫോഴ്സ്മെന്റ്. പ്രസ്താവന 2, ആശാസ്യമായ പ്രതികരണം ഉണ്ടാകുമ്പോൾ അസുഖകരമായ ഏതെങ്കിലും ഒരു ചോദകം പിൻവലിക്കപ്പെടുന്ന പ്രക്രിയയാണ് ഋണപ്രബലനം, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്. പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടുന്ന, 3ാമത്തെ പ്രസ്താവനയാണ്, പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടുന്ന കുട്ടികളെ പാഠഭാഗം നോട്ട് ബുക്കിൽ പകർത്തി എഴുതി കൊണ്ടുവരുന്ന അസൈൻമെന്റിൽ നിന്ന് അധ്യാപകൻ ഒഴിവാക്കുന്നത് ധനപ്രബലനമാണ്. അതിൽ ശരിയായ ശരിയും തെറ്റും നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് 1ാമത്തെ നോക്കാം. 1ഉം 2ഉം തെറ്റാണ്, 3 മാത്രം ശരിയാണ്. എല്ലാം തെറ്റാണ്, 3 മാത്രം തെറ്റാണ്. 62 ഏതാണ്? ഡി ആണ്. 3ാമത്തെ മാത്രമാണ് തെറ്റ്. പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടുന്ന കുട്ടികളെ പാഠഭാഗം നേരിട്ട് പകർത്തി എഴുതിക്കൊണ്ടുവരുന്ന അസൈൻമെന്റിൽ നിന്ന് അധ്യാപകൻ ഒഴിവാക്കുന്നത് ധനപ്രബലനമാണ്. അതാണ് തെറ്റ്. ഓക്കെ, ബാക്കി 2 ശരിയാണ്. അപ്പോൾ നിങ്ങൾ ഇതിലൂടെ ചെയ്യേണ്ടത് എന്താ അറിയോ? ഈ ധനപ്രബലനെന്നും ഋണപ്രബലനും 2ഉം പഠിക്കുക കേട്ടോ. കാരണം നമുക്ക് താഴെ കൊടുത്തത്, ഈ ഒരു ഇത് തന്നിട്ട് താഴെ കൊടുത്തത് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റണം. ഓക്കെ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ സാമൂഹിക വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പെടുന്നവ ഏതാണ്? കുടുംബം, വിദ്യാലയം, സമസംഘങ്ങൾ, ഇവയെല്ലാം. 63 ഏതാണ്? സാമൂഹിക വികാസത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് കുടുംബമാണ്, അറിയാലോ, വിദ്യാലയമാണ്, സമസംഘങ്ങളാണ്. അപ്പൊ എന്ത് ചെയ്യാൻ ഉത്തരം ഡി ആണ്. ഇവയെല്ലാം ഉത്തരം ശരിയാണ്. ഓക്കെ. നെക്സ്റ്റ്, ഭാഷാ പഠനത്തിന്റെ ആദ്യ പടിയെന്ന് പിയാഷെ പറയുന്നത് പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിലെ ഏത് പ്രത്യേകതയാണ്? പ്രതീകാത്മക ചിന്തനം, കൺസർവേഷൻ, അഹം കേന്ദ്രീകൃത ചിന്ത, സചേതന ചിന്ത. 64 നമ്മൾ ഈ ഭാഗമൊക്കെ ഇനി പഠിക്കാനുണ്ടോ? ഇവിടെ ഞാൻ പഠിച്ചോ? നമ്മളെല്ലാം പഠിച്ചു തോന്നും. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ എക്സാമിലൂടെ ശരിയാക്കാൻ പറ്റും. ഉത്തരം എന്താണ്? പ്രതീകാത്മക ചിന്തനമാണ് കേട്ടോ. താഴെ പറയുന്ന കാഴ്ചപ്പാടുകൾ വിലയിരുത്തി മനഃശാസ്ത്ര ചിന്തകനെ കണ്ടെത്തുക. പഠനത്തിൻ്റെ ഫലമായി ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന വ്യവഹാര പരിവർത്തനങ്ങളെ ബോധനോദ്ദേശ്യങ്ങൾ എന്ന് വിളിക്കുന്നു. കേവലം നിരീക്ഷണ വിധേയമായവ മാത്രമല്ല, പ്രത്യക്ഷങ്ങൾ നിരീക്ഷണ വിധേയമല്ലാത്ത വ്യവഹാരങ്ങളും ബോധനോദ്ദേശ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ബോധനോദ്ദേശ്യങ്ങളെ വൈജ്ഞാനിക, മനഃചാലകം എന്നീ 3 ഘട്ടങ്ങളായി അവതരിപ്പിച്ചു. ഉത്തരം എന്താണ്? 65 ഉത്തരം ബി ആണ്. ഇതാരാണ്? ബെഞ്ചമിൻ ബ്ലൂം ആണ് കേട്ടോ. ബെഞ്ചമിൻ ബ്ലൂം. ചോദ്യം ഒന്നുകൂടി നോക്കാം. താഴെ പറയുന്ന കാഴ്ചപ്പാടുകൾ വിലയിരുത്തി മനഃശാസ്ത്ര ചിന്തകനെ കണ്ടെത്താനാണ്. അപ്പോൾ ഇതെല്ലാം പറഞ്ഞത് ആരാണ്? ബെഞ്ചമിൻ ബ്ലൂം ആണ്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
കേവല മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തത് ഏതാണ്? അപസാമാന്യ മനഃശാസ്ത്രം, ശിശു മനഃശാസ്ത്രം, നാഡീ മനഃശാസ്ത്രം, താരതമ്യ മനഃശാസ്ത്രം. 66 ഏതാണ്? നാഡീ മനഃശാസ്ത്രമാണ് കേവല മനഃശാസ്ത്ര ശാഖയിൽ പെടാത്തത്. അപസാമാന്യം, ശിശു മനഃശാസ്ത്രം, താരതമ്യ മനഃശാസ്ത്രം എന്നിവയെല്ലാം കേവല മനഃശാസ്ത്ര ശാഖയിൽ പെടുന്നതാണ്. ഓക്കെ. താഴെ പറയുന്ന സൂചനകളിലൂടെ വ്യക്തിത്വ മാപനത്തിന് ഉപയോഗിക്കുന്ന വിക്ഷേപണ തന്ത്രം കണ്ടെത്തുക. ഈ ശോധകത്തിൽ 20 ചിത്രങ്ങളുണ്ട്. വ്യത്യസ്ത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട 1-2 മനുഷ്യർ ഓരോ ചിത്രത്തിലും കാണും. ചിത്രം അവ്യക്തമായ ഒരു കഥയെ സൂചിപ്പിക്കുന്നു. ചിത്രീകരിക്കുന്ന സന്ദർഭത്തെ ആധാരമാക്കി ഒരു കഥ വികസിപ്പിക്കാൻ ആവശ്യപ്പെടുകയും അങ്ങനെ ജനിക്കുന്ന കഥ ആത്മകഥയായി മാറുകയും ചെയ്യുന്നു. മോർഗനും മുറേയും ചേർന്ന് 1935 ആവിഷ്കരിച്ചതാണ് ഈ ശോധകം. ഏതാണ്? 67. ഉത്തരം ഏതാണ്? ബി ആണ്. ഏതാണത്? തീമാറ്റിക് അപ്പർ ടെസ്റ്റ് ആണ് കേട്ടോ. ഈ സൂചനകൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഓരോന്നിനെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കണം. തീമാറ്റിക് അപ്പർ സെപ്ഷൻ ടെസ്റ്റ് ആണ്. 68. മനസ്സിൽ ഭാഷാ ഘടകമെന്ന വേർതിരിച്ചെടുക്കാവുന്ന ഒരു ഘടകമുണ്ടെന്നും അതിന് വ്യക്തമായ സവിശേഷതകളും ഘടനയും വ്യവസ്ഥയുമുണ്ടെന്ന് സിദ്ധാന്തിച്ച മനഃശാസ്ത്ര ചിന്തകൻ ആരാണ്? 68. നോം ചോംസ്കി, വൈഗോട്സ്കി, ബ്രൂണർ, അസുബൽ. 68 ആരാണ്? ഉത്തരം എ ആണ്. നോം ചോംസ്കി ആണ്. നോം ചോംസ്കി. സർവഭാഷ വ്യാകരണം. ഓക്കെ. നെക്സ്റ്റ്, താഴെ പറയുന്നവയിൽ പാഠ്യപദ്ധതി നിർമ്മാണത്തിന്റെ പൊതു തത്വങ്ങളിൽ പെടാത്തവ ഏതാണ്? ജ്ഞാനനിർമ്മിതിവാദം, ശിശു കേന്ദ്രീകൃത സമീപനം, ഉത്ഗ്രഥിത സമീപനം, മതപക്ഷ ചിന്ത. 69. ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതുമായിട്ടൊരു ബന്ധമില്ലാത്തതാണ് ഇത് മതപക്ഷ ചിന്ത എന്നുള്ളത്.